ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ കപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടീ കപ്പിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ 2 ചിരട്ടയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ ഈ ചിരട്ടയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതായത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഭാഗമാണ്. എന്നിട്ട് നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നതും. ഇങ്ങനെ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രൂപത്തിലെടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇനി ഗ്രൈൻഡ് ചെയ്ത് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഇതേ രൂപത്തിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പേപ്പർ ചെയ്തെടുക്കുന്നത്. ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇതുപോലെ മിനുസപ്പെടുത്തി നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസുകളും നമ്മളെല്ലാം ഒന്ന് പേപ്പറൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ കുറേ പീസുകളായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനുള്ള കൈ വരുന്ന ഭാഗം, അതായത് ഇത് പിടിക്കണമല്ലോ, അതിനുള്ള ഒരു ഭാഗം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ ചെരിവൊക്കെ നോക്കിയിട്ട് ലെവലാക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കണുണ്ട്. ചിരട്ടപ്പൊടിയും ഫ്ലക്സിക്കും വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കൈ നമ്മൾ ഏകദേശ രൂപത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട്. ഒട്ടിച്ചിട്ട് അത് അതിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കയ്യിന് വേണ്ട പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ബലത്തിൽ പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അല്ലാതെ പക്ഷെ അതൊക്കെ പൊട്ടി പോകുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇത് ഗ്രൈൻഡൊക്കെ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് എടുത്തിട്ട് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തൊന്ന് എത്തിച്ചെടുക്കുകയും കൂടി ചെയ്യുക. ഏകദേശം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. പൊടിയൊക്കെ ഇട്ട് കറക്റ്റ് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ അത് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് ഇതുപോലെ പീസൊക്കെ വെച്ചൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പേപ്പറൊക്കെ ഇട്ട് ഇതിന് ശേഷം നമ്മൾ ഒരു കോട്ട് വെളിച്ചെണ്ണ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാർണിഷും പോളിഷും ഉണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല ഭംഗിക്കാണ് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വാച്ച് ചെയ്തതിന് കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ എല്ലാവരോടും ബൈ പറയുന്നു.